പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറുദ്ദീൻ വയനാട്. ഒരു 2 ഏക്കർ 30 സെന്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള റോഡാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഫ്രണ്ടില് ടാറിംഗ് റോഡിൽ നിന്നും നേരെ നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡാണിത്. ഇതൊരു 100 മീറ്റർ ദൂരമാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ വന്ന റോട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വലത്ത് സൈഡിൽ നിങ്ങൾ ഒരു കമ്പിവേലി കാണുന്നുണ്ടാവും. ഇതിങ്ങനെ നേരെ ബേക്കിലേക്ക് പോവുകയാണ്. ഇതാണ് ഒരു അതിര് വരുന്നത്. അതുപോലെ ഈ ഇടത്ത് ഭാഗത്ത് ഇവിടെയാണ് അതിന്റെ ഒരു അതിര്. ഈ ഇടത്ത് ഭാഗത്ത് വയലാണ്. ഇതിന്റെ ചുറ്റിലും വയലാണുള്ളത്. ഈ സ്ഥലത്തിന്റെ നല്ല വ്യൂ ആണ്. നല്ല മലകളുടെ വ്യൂവും വയലിന്റെ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെ ഉൾഭാഗമാണിത്. ഈ സ്ഥലത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു ഷെഡൊക്കെ അവർ അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഷെഡാണ് ഇത്. ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് താമസയോഗ്യമാക്കാം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ചെറിയൊരു കുന്നുപോലെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ചുറ്റിലും വയലും ആണുള്ളത്. അതുപോലെ ഇവിടെ നല്ല പ്രൈവസി ഉണ്ട്. വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. പരിസരത്തൊക്കെ ഇതുപോലെ തോട്ടങ്ങളും, ഒരു സൈഡിൽ ഇതുപോലെ വലത്ത് സൈഡിൽ ഫുള്ള് തോട്ടങ്ങളാണ്, ഇടത്ത് സൈഡിൽ ഫുള്ളായിട്ട് ചുറ്റിലും വയലാണുള്ളത്. നമ്മൾ കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗം ഒരു പകുതി വരെ റബ്ബറാണ് ഇവർ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ കാപ്പി, കവുങ്ങൊക്കെയാണുള്ളത്. നല്ല വ്യൂ ആണ്. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ വന്നു. ചുറ്റിലും വയലും അതുപോലെ മലകളൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ഇതൊരു റിസോർട്ട്, അതുപോലെ ഹോം സ്റ്റേ, അതുപോലെ കോട്ടേജുകളൊക്കെ അടിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂമിയാണ്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. നല്ല പ്രൈവസി ഉണ്ട്. അതുപോലെ പേപ്പറൊക്കെ നല്ല പക്ക ക്ലിയറുള്ള ഭൂമിയാണ്. ഈ റോഡ് വരെ ഏകദേശം ഇതിന്റെ സ്ഥലത്തിന്റെ സെന്റർ വരെ റോഡ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് വാഹനങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഒരു പകുതി ഭാഗം വരെ ഇങ്ങനെ വരാം. ചെറിയൊരു ചെരിവായിട്ടുള്ള സ്ഥലം, ചുറ്റിലും വയലും, അതിന്റെ സൈഡിൽ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണിത്. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി ഭാഗം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. പകുതി വരെ റബ്ബറാണ് നമ്മൾ പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞിട്ട് കാപ്പി, അതുപോലെ കവുങ്ങൊക്കെയാണ് ഉള്ളത്. ഭാഗത്തൊക്കെ നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ലഭിക്കുന്നത്. ഇടത് ഭാഗം നമ്മൾ പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് ചുറ്റിലും ഈ വയല് തന്നെയാണുള്ളത്. നല്ല പച്ചപ്പായി ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ നല്ല മലകളും കണ്ടില്ലേ, നല്ല മലകളുടെ വ്യൂ ആണ് ഉള്ളത് ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതൊരു ഫാമിന്റെ ആളുകൾക്കും പറ്റുന്ന സ്ഥലമാണ്. വയലൊക്കെ ഉള്ളത് കൊണ്ട്, നല്ല വെള്ളത്തിന് നല്ല സൗകര്യം ഉള്ളത് കൊണ്ട് ഫാമിന്റെ ആവശ്യക്കാർക്കും കൃഷി ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്നൊരു സ്ഥലം കൂടിയാണിത്. ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഇടയിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. വയനാടിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ കുറുമ്പാലക്കോട്ടയുണ്ട്, കർലാട് തടാകം, ബാണാസുര ഡാമിലേക്കൊക്കെ പോകുന്ന വഴിയിൽ അതിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. നമ്മുടെ ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിൽ പനമരം പഞ്ചായത്തിലാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് സെന്റിന് 32,000 രൂപയാണ്. വിലയൊക്കെ ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ്. നല്ല ചാൻസ് തന്നെയാണ്. കാരണം നല്ല വ്യൂ ഉണ്ട്, നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. വ്യൂ ഉള്ള സ്ഥലത്തിനൊക്കെ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. വയനാട് നമുക്കറിയാം. റിസോർട്ട് ലാൻഡൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് നല്ലൊരു വില ചാൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. ഈ ഭാഗമൊക്കെ ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയയും കൂടിയാണ്. ഇവിടെ ഫോറസ്റ്റ് തൊട്ടടുത്തില്ല, വന്യമൃഗശല്യം ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അതുപോലെ കുന്നുകളും മലകളൊന്നും അടുത്തില്ലാത്ത നല്ലൊരു ഏരിയ ആണ്. ഇത് പേപ്പറൊക്കെ പക്ക ക്ലിയറുള്ള ഭൂമിയാണ് കേട്ടോ. നല്ല കരഭൂമിയാണ്. ഇനി നിങ്ങൾ ഫാമിനോടും അതുപോലെ കൃഷിയോടൊക്കെ നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗത്ത് നല്ല ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗത്തൊക്കെ നല്ല പുതിയ മരങ്ങൾ പ്ലാന്റ് ചെയ്യാം. കാപ്പി, കുരുമുളക്, തെങ്ങ്, അതുപോലെ ഫ്രൂട്ട്സിന്റെ മരം, ബട്ടർ ഫ്രൂട്ട്, ജാതി പോലത്തെ മരങ്ങളൊക്കെ ഫുള്ള് പുതിയ മരങ്ങളൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് നല്ലൊരു വരുമാനമുള്ള ഒരു തോട്ടം കൂടി ആക്കി മാറ്റാം. നമുക്ക് വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമാണ്. ഇതിലൊരു കുളമൊക്കെ കുഴിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗമൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഫുള്ള് കവുങ്ങുകളാണുള്ളത്. എല്ലാം നല്ല തൈ കവുങ്ങുകളാണുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ കിടപ്പുവശം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക.